ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ മത്സരം ഇന്ത്യയിൽ നിന്ന് തട്ടിയെടുത്തതാര് എന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നേ ഉള്ളൂ. അത് സ്കോട്ട് ബോളണ്ടാണ്. ബോളണ്ട് കളിച്ച മത്സരം എല്ലാം ഓസ്ട്രേലിയ വിജയിച്ചു എന്ന് കാണാം. ആദ്യ മത്സരത്തിൽ ബോളണ്ട് ടീമിൽ ഇല്ലായിരുന്നു. മത്സരം ഇന്ത്യ വിജയിച്ചു. രണ്ടാം മത്സരത്തിൽ ഹേസൽവുഡിന് പകരം ബോളണ്ട് ഇറങ്ങി. മത്സരം ഓസ്ട്രേലിയ വിജയിച്ചു. മൂന്നാം മത്സരത്തിൽ ഹേസൽവുഡ് തിരിച്ചെത്തി. മത്സരം സമനില. അവസാന 2 ടെസ്റ്റിലും ബോളണ്ട് കളിച്ചു. ഓസീസ് വിജയിച്ചു. ഒരു തരത്തിൽ പറഞ്ഞാൽ ഹേസൽവുഡിന് പരിക്കേറ്റില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ ഇത്രയും ദയനീയമായി തോൽക്കില്ലായിരുന്നു. 2 മത്സരം കളിച്ച ഹേസൽവുഡ് വീഴ്ത്തിയത് വെറും 6 വിക്കറ്റാണ്. എന്നാൽ ബോളണ്ട് ബാക്കി 3 ടെസ്റ്റിൽ നിന്ന് നേടിയതാകട്ടെ 21 വിക്കറ്റ്. ഹേസൽവുഡിൻ്റെ 3 ഇരട്ടിയാണ് പ്രഹരശേഷി. ഇന്ത്യയുടെ 3ാം സീമർമാരിൽ മുന്നിൽ 6 വിക്കറ്റുമായി പ്രസിദ്ധ് കൃഷ്ണയാണുള്ളത് എന്ന് മനസ്സിലാവുമ്പോഴാണ് ബോളണ്ടുണ്ടാക്കിയ ഇമ്പാക്റ്റ് മനസ്സിലാവുക. കളിക്കളത്തിൽ ശാന്തനായ ബോളണ്ടിൻ്റെ ബോളുകൾ പക്ഷേ കിറുകൃത്യമായാണ് പിച്ച് ചെയ്തിരുന്നത്. കോഹ്ലിയെ 4 തവണയാണ് 6 ഇന്നിങ്സിൽ നിന്ന് താരം വീഴ്ത്തിയത്. ഇപ്പോഴും ഓസീസ് ടീമിൽ സ്ഥിര സാന്നിധ്യം അല്ല ബോളണ്ട് എന്നത് അതിശയിപ്പിക്കുന്ന കാര്യമാണ്. ഇന്ത്യ പൂജാരയെയും രഹാനെയും പുറത്താക്കിയത് വെച്ച് നോക്കുമ്പോൾ ഓസീസ് ബോളണ്ടിന് അവസരമെങ്കിലും നൽകുന്നുണ്ട്. ഇന്ത്യക്കെതിരെ 2ാം ടെസ്റ്റിൽ 5 വിക്കറ്റ് നേടിയ ബോളണ്ട് 4ാം ടെസ്റ്റിൽ 6 വിക്കറ്റും 5ാം ടെസ്റ്റിൽ 10 വിക്കറ്റ് നേടി. ഈ 3 ടെസ്റ്റും ഓസീസ് പാട്ടും പാടി വിജയിച്ചു. ബോളണ്ട് ഇല്ലാതിരുന്ന ബാക്കി 2 ടെസ്റ്റിലും ഓസ്ട്രേലിയയ്ക്ക് വിജയിക്കാനായില്ല. പകരക്കാരനായി വന്ന് പകരം വെക്കാനാകാത്ത പ്രകടനമായിരുന്നു ബോളണ്ട് നടത്തിയിരുന്നത്. 36 വയസ്സോടെടുക്കുന്ന താരം ടെസ്റ്റിൽ അരങ്ങേറിയാകട്ടെ 32ാം വയസ്സിൽ മാത്രമാണ്. ഇംഗ്ലണ്ടിനെതിരെ മെൽബണിൽ വെറും 7 റൺസിന് 6 വിക്കറ്റ് എടുത്തുകൊണ്ടായിരുന്നു അരങ്ങേറ്റം. ആ സീരീസിൽ 9 ആവറേജിലായിരുന്നു ബോളണ്ട് എറിഞ്ഞത്. വെറും 13 ടെസ്റ്റ് മാത്രമാണ് ബോളണ്ട് കളിച്ചിട്ടുള്ളത്. 17 ആവറേജിൽ 56 വിക്കറ്റാണ് സമ്പാദ്യം. 2.77 എക്കോണമി. 5 വിക്കറ്റ് നേട്ടം 2 തവണ നേടി. 4ാം ടെസ്റ്റിൽ ഓസ്ട്രേലിയൻ ലീഡ് 250-ൽ താഴെ നിന്ന സമയത്ത് അവസാന വിക്കറ്റിൽ നഥാൻ ലയണുമൊത്ത് 61 റൺസിൻ്റെ കൂട്ടുകെട്ടുണ്ടാക്കി ലീഡ് 300-ന് മുകളിൽ എത്തിക്കുന്നതിലും ബോളണ്ടിൻ്റെ സംഭാവന വലുതായിരുന്നു. 74 പന്തുകൾ നേരിട്ട താരം പുറത്താകാതെ നിന്നു. ഇന്നത്തെ ഏത് രീതിയിൽ നോക്കിയാലും ഓസ്ട്രേലിയൻ വിജയത്തിന് ഇന്ധനമായി നിശബ്ദനായി ബോളണ്ട് ഉണ്ടായിരുന്നു. നമുക്കെതിരായിട്ടാണ് കളിച്ചതെങ്കിലും മികച്ച പ്രകടനം നമ്മൾ അംഗീകരിക്കണം. ഓസ്ട്രേലിയൻ ടെസ്റ്റ് ടീമിൽ ബോളണ്ട് സ്ഥിര സാന്നിധ്യമാകും എന്ന് ഉറപ്പാണ്. 14 മത്സരങ്ങളിൽ നിന്ന് 16 വിക്കറ്റാണ് ഏകദിനത്തിൽ ബോളണ്ട് നേടിയിട്ടുള്ളത്. T20-യിലാകട്ടെ 3 മത്സരങ്ങളിൽ നിന്ന് 3 വിക്കറ്റും.